ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിട്ടിപ്പാ നമ്മളെ ഹീറോൻ്റെ എൻട്രി ഒന്നുമില്ല. ഹീറോ എപ്പോഴും മതി ഒരു ഐഡലാണ്. ഓക്കെ, ഹീറോയിൻ്റെ എൻട്രി ഒന്നുമില്ല. നമുക്ക് സ്റ്റോറി ഇട്ട് പോവാം. ഒരു കുട്ടി ഗേൾ. ഗ്രാൻഡാ, എന്തിനാ എന്നെ വിളിച്ചത്? മോള് പ്രിയ കൊച്ചി, ഇങ്ങോട്ട് വാ. ആ കുട്ടി കുടുകുടു ഓടി വന്നു. അയ്യോ എൻ്റെ കുട്ടി. ഗ്രാൻഡ്പാ, എന്തിനാ വിളിച്ചത്? പറയൂ ഗ്രാൻഡ്പാ. അമ്മ കുട്ടിക്ക് എന്ത് പറഞ്ഞു? ഗ്രാൻഡ്പാ, എനിക്ക് ചോക്ലേറ്റ് വേണം. അയ്യോ, എൻ്റെ കൊച്ചിക്കുട്ടിക്ക് ചോക്ലേറ്റ് വേണം. ആട്ടെ ഗ്രാൻഡ്പാ. അച്ഛാണെങ്കിൽ എന്താ ചെയ്യുന്നൂടെ? അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഹീറോയുടെ അച്ഛനായിരുന്നു. അതെ, നമ്മൾ കുട്ടിയുള്ളത് ഹീറോയാണ്. ഗ്രാൻഡ്പാ ചോക്ലേറ്റ് വേണോ? അയ്യോ മോള് ഹീറോയുടെ അമ്മ വിളിച്ചായിരുന്നു. ഹീറോയുടെ അമ്മ എടുത്തോണ്ട് പോയി. എന്തോ പറ്റി അച്ഛാ? ഒരു കാര്യം പറഞ്ഞുകൊണ്ടുണ്ടാ എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ അച്ഛനെ വിളിച്ചോണ്ട് പോയി. ഹീറോയിൻ്റെ അച്ഛൻ വിളിച്ചോണ്ട് പോയി. എന്താ അച്ഛാ, നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? അതെടാ, പ്രശ്നമുണ്ടടാ. അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ പേരക്കുട്ടീനെ കാണാൻ വന്നതാ. എന്താ അച്ഛാ? അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അതെ, എൻ്റെ ഫ്രണ്ട് ഒന്നും പറഞ്ഞിട്ടില്ലേ? അതെ അച്ഛാ, അച്ഛൻ്റെ ഫ്രണ്ട്. അവൻ പറഞ്ഞുകൊണ്ട് ഇവൾക്ക് അതെ ഹീറോയുടെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിന് പറഞ്ഞായിരുന്നു. ഒരു ഗുരുജി ഉണ്ട് എന്നെ ജാതകം നോക്കാൻ. എൻ്റെ ഫ്രണ്ട് ഒരു ഗുരുജി കൊണ്ടുവന്നില്ലേ, കുട്ടി ക്ഷണിച്ച ജാതകം ഏതാന്ന് പറഞ്ഞാൽ. അതെ, അവനൊരു ഗുരുജി കൊണ്ടുവന്നില്ല. ആ ഗുരുജി പറഞ്ഞത് ഓർമ്മയുണ്ട് നിനക്ക്? അതെ അച്ഛാ, എന്തോ ഒരു പവറുണ്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കുട്ടി ഇവളെ ചെന്ന് നമ്മൾ ഭാഗ്യമാകുമ്പോൾ പറഞ്ഞ് എല്ലാവർക്കും ഈ കുട്ടീനെ ചെന്ന് ഭാഗ്യം. അതൊക്കെ ഇപ്പം എന്താ അച്ഛാ? അയ്യോ, പറഞ്ഞിട്ട് കേട്ടോ, ഇവള് ഇപ്പോൾ പറഞ്ഞേക്ക് അവിടേക്ക് പോകണം. എന്താ നിങ്ങൾ പറയുന്നത്? അതെ, ഈ കൊച്ചി അവിടേക്ക് പോകണം. അതൊക്കെ നിങ്ങളിപ്പോൾ എന്താ നിങ്ങൾ പറയുന്നത്? ഇല്ലമ്മ, വേറെ വഴിയില്ല. അവിടേക്ക് ഗുരുജീനെ എടുത്തോണ്ട് ഗുരുജീനെ കാണാൻ പോകണം. എനിക്കിപ്പോൾ ഓഫീസിൽ ജോലിയാണ്, ഒരു കഷ്ടമുണ്ട്. അതുകൊണ്ട് ഇവർ പോകണം. എൻ്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് പോകും, കൊണ്ടുവരും. ഇപ്പോൾ കുട്ടി അതെ ഇങ്ങനെ പറയണേ. ഇപ്പോൾ കുട്ടിക്ക് 4 വയസ്സായി. ഇപ്പോൾ എന്താ ചെയ്യാം എന്നെ അമ്മ പറയായിരുന്നു. സാരില്ല, 4 വയസ്സായാൽ അത് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. 4 വയസ്സായ കുട്ടീനെ കൊണ്ടുപോകാൻ ഗുരുജി പറഞ്ഞു. ശരി ഓക്കെ എന്ന് അമ്മ സാഡായിട്ട് സങ്കടപ്പെട്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞ് സമ്മതിച്ചു. ഇങ്ങനെ ആ ഗുരുജി ആ പ്ലേസിലേക്ക് മുത്തശ്ശനും കൊണ്ട്. മുത്തശ്ശ, അച്ഛന് വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. അതേറ്റെ അച്ഛനും കൂടെ വരാം. എന്നെ അമ്മ കുട്ടി ഡ്രോപ്പ് ചെയ്യാം. അങ്ങനെ ഹീറോയിൻ്റെ ഡ്രോപ്പ് ചെയ്തു. മുത്തശ്ശൻ കാർ ഡ്രൈവിംഗ് ഡ്രൈവർ ഉണ്ടായിരുന്നു. മുത്തശ്ശനെ കൂടെ വീട്ടിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്ത് പോയിരുന്നു. അങ്ങനെ മുത്തശ്ശൻ്റെ ഡ്രൈവറുണ്ട്, അതിനെ കൊണ്ടുപോടാമെന്ന് പറഞ്ഞ ഒരു ഗുഹ പോലത്തെ പ്ലേസ്. അവിടുന്ന് കാറിലിറങ്ങി എല്ലാവർക്കും കുട്ടീനെ കണ്ടിട്ട് ലൈറ്റ് മിന്നുന്നത് അത് കണ്ട് എല്ലാവരും ഈ കൊച്ചാണല്ലോ നമ്മളെല്ലാവരും രക്ഷിക്കണേ. അതിനായിട്ട് അവർ നോക്കുകയായിരുന്നു. ഈ കുട്ടിയിൽ പവറുണ്ട് എന്ന് പറഞ്ഞ് ഹീറോയെ അകറ്റു വന്നായിരുന്നു. ആ ഗുരുജി പറഞ്ഞു, മോളു ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ഓടിപ്പോയി. ആരെങ്കിലും നിങ്ങളുടെ ഗുരുജിയാ പറഞ്ഞിട്ട് എന്നെ ചോദിച്ചായിരുന്നു. വാ മോളു, ഇങ്ങോട്ട് വാ. എന്താ ഗുരുജി പറഞ്ഞു നിങ്ങളിവിടെ താമസിച്ചു. ആ കൊച്ചി ഇങ്ങനെയായിട്ട് നോക്കിയായിരുന്നു. ഇത് ഒരു മാല കൊടുത്തായിരുന്നു. ഈ മാല യൂസ് ചെയ്തു. ഒരു മാലയായിരുന്നു, ഒരു മാജിക് മാല മതി. അതെ, ഇത് കുട്ടിക്ക് കൊടുത്തായിരുന്നു. ഇത് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് പോകണം എന്ന ഒരു പ്ലേസൊക്കെ പറഞ്ഞായിരുന്നു. ഇത് കീയാണ്. ചിരി എന്ന് പറഞ്ഞ കുട്ടി പോയിട്ട് കിടന്നുറങ്ങിയായിരുന്നു. നൈറ്റായിരുന്നു, ഫുഡെല്ലാം കഴിച്ച് കിടന്നുറങ്ങി. രാവിലെ എണിച്ച് വന്നിരുന്നു. മോളോ എൻ്റെ ഗ്രാൻഡ് വാ, നമുക്ക് വെളിയിൽ പോവാം, ഞങ്ങൾക്ക് കുലിക്കൊന്നു. ശരി ബാ പോയി. ഗ്രാൻഡ്പ ഗ്രാൻഡ്മ കൂടെ പോയിരുന്നു. ഗ്രാൻഡ്മ കൂടെ പോയിരുന്നു പറഞ്ഞിന് കൂടെ പോയിരുന്നു. ഗ്രാൻഡ്മ വന്നിരുന്നു. ആ പ്ലേസൊക്കെ ഗ്രാൻഡ്മ വന്നിരുന്നു. ഗ്രാൻഡ്മയുടെ വീട് ഗ്രാൻഡ്മ കാണാൻ വന്നിരുന്നു. നീ എപ്പോൾ വന്നു എന്ന് ഹീറോയിൻ. എൻ്റെ ഗ്രാൻഡ്മ വായിച്ചത് എൻ്റെ കുട്ടീനെ കാണാൻ വന്നതാ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഗ്രാൻഡ്മ വന്ന് ഓക്കെ എന്ന് പറഞ്ഞ് ഹാക്ക് ചെയ്തു. ഗ്രാൻഡ്മ കൂടെ വന്നായിരുന്നു. ഗ്രാൻഡ്മ പിറ്റേന്ന് വന്നായിരുന്നു. ഈ കൊച്ചിന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും, ഞാനും നോക്കിക്കോളാം വെറുതെ. അങ്ങനെ ഗ്രാൻഡ്മാണ് ഹീറോയിനെ നന്നായിട്ട് നോക്കുന്നത്. കുളിപ്പിക്കാം, രക്ഷിക്കാം. അങ്ങനായിട്ട് ഹീറോയിന് റെഡിയായിരുന്നു. ഗ്രാൻഡ്മ നല്ല റെഡിയായി, ശരി എന്ന് പറഞ്ഞാണ്. അങ്ങനെ ഗ്രാൻഡ്മ പറഞ്ഞ പോലെ കുട്ടി ക്യൂട്ടായിട്ട് സ്മൈൽ ചെയ്തായിരുന്നു. അയ്യോ, ഇത് ക്യൂട്ടായിട്ട് സ്മൈൽ ചെയ്യുക എന്ന് പറഞ്ഞായിരുന്നു. ഇങ്ങനായിട്ട് ഒരു വട്ടം ഉണ്ടായിരുന്നു. ആ വട്ടത്തിൽ പോയിട്ട് ഇരിക്കാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ കുറച്ച് കണ്ണ് ചുമ്മിട്ട് വട്ടത്തിലിരിക്കുകയായിരുന്നു. അങ്ങനെ കണ്ണ് ചുമ്മി അവരെടുത്ത് അവിടെ കല്ലിനോട് വെച്ചായിരുന്നു. എല്ലാം ഷോക്കായി. എന്ത് ചെയ്യുന്നു, ഇവിടെ നോക്കിക്കോന്ന് പറഞ്ഞു. കണ്ണിനോട് ഇട്ട് ഞാൻ പറഞ്ഞ മതി ചെയ്യും പറഞ്ഞ കുട്ടിയോട് പറയാൻ തുടങ്ങിയായിരുന്നു. ആ കുട്ടി അതേമാതിരി ചെയ്തായിരുന്നു. ഇപ്പോൾ കണ്ണ് തുറക്കും. കണ്ണ് തുറന്ന അയ്യോ ഞാനിപ്പോൾ തന്നിൽ മുങ്ങോ? ഇല്ലപ്പാ,
അഞ്ഞൂലും ഞാൻ പറയായിരുന്നു. ഓ അങ്ങനായിട്ട് ഗ്രാൻഡ് പറഞ്ഞു മേടിക്കണ്ടായിരുന്നു. അങ്ങനെയായിട്ട് എല്ലാ ചടങ്ങ് ഓരോന്ന് ഇതായി. ഇപ്പോൾ കുട്ടീൻ്റെ 5 വയസ്സായി. അങ്ങനെ 5 വയസ്സായി. ഗുരുജി പറഞ്ഞു പറഞ്ഞേക്ക് ഈ ബുക്ക് ഇപ്പോൾ കുട്ടീൻ്റെ 5 വയസ്സ്. അതുമാത്രമല്ല ഈ ബുക്കിലുള്ളതെല്ലാം കുട്ടിക്ക് ട്രെയിനിങ് കൊടുക്കണം, മനസ്സിലായോ? അത് ഗുരുജി പറഞ്ഞു കേട്ട് ശരി പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഈ ബുക്കിലെല്ലാം ഫുള്ള് എഴുതിയുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ എഴുതി വെച്ച് ഈ ഫുള്ള് ഇതെല്ലാം ഇവൾ പഠിക്കണം. അതുമാത്രമല്ല ഇവൾക്ക് ഇതെല്ലാം അറിയണം. ഗുരുജി പറഞ്ഞു ഇതെല്ലാം ഇവൾ വളർന്ന വലുതായി ഇവളൊരു നല്ലൊരു ഡോക്ടറായിട്ട് മാറും. അങ്ങനെയായിട്ട് ഗുരുജി പറഞ്ഞു. ഡാൻസ് ഗുരുജി ശരി ഓക്കെ ഇവൾക്ക് ഇതെല്ലാം അറിയണം, അതൊരു നല്ല കാര്യം ഉണ്ടാകുന്ന ഗുരുജി പറഞ്ഞു. ഡാൻസ് ഗുരുജി എന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയായിരുന്നു. മമ്മി എന്ന് പോയിട്ട് അച്ഛത് മോൾക്ക് ഫോണിലെല്ലാം സംസാരിക്കുക. അമ്മ നീ സംസാരിക്കില്ല, ഒരിക്കൽക്ക് വന്ന് നോക്കിയിട്ട് പോന്നു. അയ്യോ ഇവൾക്ക് ഒരു ഇത്ര മേടിച്ച് പോ അമ്മയുടെ പോ എന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് അങ്ങനെയൊക്കെ ഇതാ സ്കൂൾക്ക് മോളെ ഞാൻ പോയി സ്കൂളിൽ കൂട്ടാ എൻ്റെ അഞ്ഞു വയസ്സായ മമ്മി ഞാനങ്ങനെ എത്തിയോൾക്ക് പോകുന്നത്. അയ്യോ ഇവള് ക്യൂട്ടായിട്ട് പറയാം. അങ്ങനെ സ്കൂളിൽ പോയിട്ട് കൂട്ടിയായിരുന്നു. സ്കൂളിലെ ടീച്ചർ പറയുന്നു ഇന്ന് 5 വയസ്സായി 6 വയസ്സായി 5 വയസ്സായി അതുകൊണ്ട് എങ്ങനെ എടുക്കാം? ഇല്ല നിങ്ങൾ കുറച്ച് ചോദിച്ചു നോക്കുക അപ്പോൾ കറക്റ്റ് ആൻസർ പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചർ ഓരോന്ന് ചോദ്യം കേട്ടാൽ കറക്റ്റ് ആൻസർ പറഞ്ഞു. അതുകൊണ്ട് ടീച്ചർക്ക് ഷാക്കായിരുന്നു. ഇതെൻ്റെ അക്ഷരം കറക്റ്റ് പറഞ്ഞു. ശരി ഓക്കെ 5ാം ക്ലാസ് 5 വയസ്സിൽ സ്കൂളിൽ ഫസ്റ്റ് LKG UKG പഠിക്കാം. ഇല്ല ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമോ എന്ന് പറഞ്ഞായിരുന്നു. ശരി ഇംഗ്ലീഷ് എനിക്ക് നന്നായിട്ട് അറിയോ, അതുകൊണ്ട് LKG UKGയിൽ ഞാൻ എൻ്റെ പോയിട്ട് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വേണ്ട എന്ന് പറഞ്ഞു കുട്ടി. അങ്ങനെ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങിയായിരുന്നു. നല്ല ഫസ്റ്റ് മാർക്കായിരുന്നു. ടീച്ചർക്ക് അതിശയമായിരുന്നു. അതുകൊണ്ട് ടീച്ചർ എപ്പോൾ നോക്കി ഹീറോയിനെ കൊഞ്ചുമായിരുന്നു. എല്ലാം പറഞ്ഞു കൊടുക്കും. ആദ്യമായിട്ട് ഡോക്ടറിന് പറഞ്ഞു കേട്ടോ എന്ന് കുട്ടിക്ക് ട്രെയിനിങ് എടുക്കാമായിരുന്നു. ഇപ്പോൾ കുട്ടി 6 വയസ്സായി. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു അമ്മ അച്ഛ എന്ന് ഹാക്ക് ചെയ്തിരുന്നു പ്രിയ. എൻ്റെ അമ്മ ഇനി എൻ്റെ ബർത്ത്ഡേ അല്ലേ? അടിയ ബർത്ത്ഡേ ആണ്. എല്ലാവരും വന്നു. ഗ്രാൻഡ്മ കുറച്ച് അസുഖമായിരുന്നു. എന്ത് പറ്റി ഗ്രാൻഡ്മ? അയ്യോ എനിക്ക് നടുവേദന.